ഓക്കെ, ഇത് മെൻസുറേഷൻ എന്ന ടോപ്പിക്കിൽ നമ്മുടെ SSCGL 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ടയർ 2 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ പറയുന്നത് റൈറ്റ് സർക്കുലർ സിലിണ്ടർ, അതിൻ്റെ മാക്സിമം വോളിയാണുള്ളത്. അതെന്ത് ചെയ്തു? നമ്മുടെ സോളിഡ് വുഡൻ ക്യൂബിൽ നിന്ന് കട്ടാക്കി. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മെറ്റീരിയലിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു ക്യൂബുണ്ട്. ഓക്കെ, ഒരു ക്യൂബുണ്ട്. സപ്പോസ് അതിൻ്റെ സൈഡ് എ ആണെന്ന് വിചാരിക്കും. അതിൽ നിന്ന് മാക്സിമം വോളിയത്തിൽ ഒരു സിലിണ്ടർ കട്ട് ചെയ്യണം. മാക്സിമം വോളിയത്തിൽ ഒരു സിലിണ്ടർ കട്ട് ചെയ്യണം. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കിളായിരിക്കും. ഈ സർക്കിള് നമ്മുടെ ഈ പറയുന്ന സ്ക്വയറിൻ്റെ 4 സൈഡിലും ടച്ച് ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ എടുക്കുമ്പോഴാണ് മാക്സിമം വോളിയം കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ സർക്കിളിൻ്റെ റേഡിയസും സ്ക്വയറിൻ്റെ സൈഡും, സർക്കിളിൻ്റെ ഡയമീറ്ററും സ്ക്വയറിൻ്റെ സൈഡും ഈക്വൽ ആയിരിക്കും. സർക്കിളിൻ്റെ ഡയമീറ്ററും സ്ക്വയറിൻ്റെ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സൈഡിൻ്റെ നേരെ പകുതി എന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ ആക്ച്വലി ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഹൈറ്റ് കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതെന്താണെന്ന് ഞാൻ പതുക്കെ പറയാം. അതിനു മുമ്പ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പോർഷൻ, അതായത് ഈ പറയുന്ന ക്യൂബിൽ നിന്ന് ഞാനാണെങ്കിൽ സിലിണ്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ, ഇത് 3 ഡയമെൻഷനിലാണ്, നമുക്ക് ഇങ്ങനെ ഇപ്പോൾ തൽക്കാലം കാണിക്കാൻ പറ്റുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന പോർഷൻ്റെ എന്താ വേണ്ടത്? വോളിയത്തിൻ്റെ പേഴ്സൻറ്റേജ്. ഓക്കെ, ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ സിലിണ്ടർ ഈ സിലിണ്ടറിൻ്റെ വോളിയം, ദെൻ ക്യൂബിൻ്റെ വോളിയം അതിൻ്റെ റേഷ്യോ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ക്യൂബിൻ്റെ വോളിയം, സിലിണ്ടറിൻ്റെ വോളിയം, ഇതിൻ്റെ റേഷ്യോ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, റേഷ്യോ എടുക്കുമ്പോൾ നമ്മൾ ഹൈറ്റ് കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കറിയാം സിലിണ്ടറിൻ്റെ ഹൈറ്റ് πr² ആണ്. ഓക്കെ, πr² ആണ്. ദെൻ ഈ നമ്മുടെ ക്യൂബിൻ്റെ ഹൈറ്റ് എ ആണ്. എല്ലാം എ ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു സ്ക്വയറിനെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് വലിച്ചു നീട്ടുമ്പോഴായിരിക്കും ക്യൂബ് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? ഒരു സ്ക്വയറിനെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് വലിച്ചു നീട്ടുമ്പോഴായിരിക്കും ക്യൂബ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഹൈറ്റ് സെയിം ആണ്. ഓക്കെ, ദെൻ ഒരു സർക്കിളിനെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് വലിച്ചു നീട്ടുമ്പോഴായിരിക്കും എന്ത് കിട്ടുന്നത്? സിലിണ്ടർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരേ ഹൈറ്റ് ആണെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോളിയത്തിൻ്റെ റേഷ്യോ എടുക്കണമെങ്കിൽ ഒരേ ഹൈറ്റ് ആണെങ്കിൽ ഇതേപോലത്തെ ഫിഗറിൽ ഒരേ ഹൈറ്റ് ആണെങ്കിൽ വോളിയത്തിൻ്റെ റേഷ്യോ എടുക്കുന്നതിന് പകരം അതിൻ്റെ ബേസ് ഫിഗർ എന്ന് ഞാൻ ഉദ്ദേശിച്ച ഈ സിലിണ്ടറിൻ്റെ കേസിൽ സർക്കിള്, അതുപോലെ തന്നെ ക്യൂബിൻ്റെ കേസിൽ എന്തുവാ? സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിലും ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണല്ലോ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വോളിയത്തിൻ്റെ റേഷ്യോ എടുക്കുന്നതിന് പകരം ഹൈറ്റ് സെയിം ആണെങ്കിൽ അതിൻ്റെ ബേസ് ഏരിയയുടെ റേഷ്യോ എടുത്താലും മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ സ്ക്വയർ ആദ്യം മുകളിൽ എന്താണ് വരുന്നത്? സിലിണ്ടറാണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ ക്യൂബിൻ്റെ റേഷ്യോ എടുക്കുന്നതിന് പകരം എന്തെടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു? ഏരിയയുടെ റേഷ്യോ. അപ്പോൾ πr². ഓക്കെ, r² a/2 ആണ്. a/2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് വരും. ദെൻ ക്യൂബ് എന്ന് പറയുമ്പോൾ എ ആണ്, സ്ക്വയർ ആയതുകൊണ്ട് a² എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഹൈറ്റ് സെയിം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എടുക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് സിലിണ്ടറിൻ്റെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എ കിട്ടും, അതേസമയം ക്യൂബിൻ്റെ എയും കിട്ടും. ഓക്കെ, അതാണ് ഞാനത് ഒഴിവാക്കിയത്. ദെൻ ഇത് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഇതും കട്ടായിപ്പോയി. ദെൻ ഇതും
ഇതും കട്ടായിപ്പോയി. ബാക്കി പോയിട്ട് 11/14. ഇതിനർത്ഥം ടോട്ടൽ ക്യൂബിൻ്റെ വോളിയം 14 അതിൽ 11 ഭാഗം എന്തുണ്ടാവും? സിലിണ്ടർ ഉണ്ടാവും. അപ്പോൾ ബാക്കി 3 ഭാഗം എന്തായിരിക്കും വരുന്നത്? ബാക്കി 3 ഭാഗം ഞാൻ മഞ്ഞ കളറിൽ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ ആയിരിക്കും. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പേഴ്സൻറ്റേജ് കിട്ടും. നമുക്ക് ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് വോളിയം ദ മെറ്റീരിയൽ ലെഫ്റ്റ് ഈസ് വാട്ട് പെർസെൻറ്റേജ് ദ വോളിയം ഓഫ് ഒറിജിനൽ ക്യൂബ്. ഇതാണ് മെറ്റീരിയൽ ലെഫ്റ്റ്, ഇതാണ് ഒറിജിനൽ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എത്ര വരും? 300/14. 300/14 2 പ്രാവശ്യം പോവും, 28. ഓക്കെ, ദെൻ 20 വീണ്ടും ഒരു പ്രാവശ്യം പോവും, 14. നിങ്ങളുടെ ഓപ്ഷനകത്ത് 20, 21 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഓപ്ഷൻ വന്നിരുന്നത്. കറക്റ്റ് 21 പോയിന്റ് സംതിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് 21% ആയിരുന്നു വന്നത്. നിയറസ്റ്റ് വാല്യൂ ആയിരുന്നു 21% ആയിരുന്നു വന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 21 പോയിന്റ് സംതിങ് കിട്ടും. നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന 21 ആയിരുന്നു. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.